ചുമപ്പ് ഭീകരതയ്ക്ക് അന്ത്യം കുറിച്ച് കേന്ദ്രം. ബസന്തർ ഇനി നക്സൽ മുക്തമെന്ന വമ്പൻ പ്രഖ്യാപനമാണിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നത്. ദശാബ്ദങ്ങളായി തന്നെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി തന്നെ നിലകൊണ്ടിരുന്ന മാവോയിസ്റ്റ് നക്സൽ ഭീകരതയ്ക്കെതിരെ തന്നെ നിർണായക വിജയമാണിപ്പോൾ കേന്ദ്ര സർക്കാർ കൈവരിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റുകളുടെ പഴയ ശക്തി കേന്ദ്രമായിരുന്ന ബസന്തറിൽ നിന്നാണ് രാജ്യത്തെ നക്സൽ മുക്ത ഇന്ത്യയായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രഖ്യാപനം രാജ്യസുരക്ഷ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ രംഗത്ത് വലിയൊരു രാഷ്ട്രീയ സുരക്ഷാ സന്ദേശമാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. 2026 മാർച്ച് 31-നകം തന്നെ ഇടതുപക്ഷ തീവ്രവാദം പൂർണ്ണമായും തന്നെ തുടച്ചു നീക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം യാഥാർത്ഥ്യമായി എന്നതാണ് ഇപ്പോൾ ഇവിടെ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. വർഷങ്ങളായി തന്നെ സുരക്ഷാ സേനയും കേന്ദ്ര സംസ്ഥാന ഏജൻസികളും ചേർന്ന് നടത്തിയ ശക്തമായ ഓപ്പറേഷനുകൾ, അടിസ്ഥാന സൗകര്യ വികസനം, ആദിവാസി മേഖലയിലെ ക്ഷേമ പദ്ധതികൾ എന്നിവയാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടനകൾ എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു കാലത്ത് ഭീകരതയുടെയും ആക്രമണങ്ങളുടെയും പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന മേഖലകൾ ഇന്ന് വികസനത്തിന്റെയും സമാധാനത്തിന്റെയും പുതിയ വഴിയിലേക്ക് കടക്കുകയാണ് എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും ശക്തമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയ ചുവടുവെപ്പാണ് ഇതെന്നതാണ് BJP നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാലത്ത് ഭീകരതയുടെയും രക്തച്ചൊരിച്ചിലിന്റെയും തലസ്ഥാനമായി തന്നെ മാവോയിസ്റ്റുകൾ മാറ്റിയ ബസന്തറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം നടത്തുന്നത് ശത്രുക്കൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. 2010 ഏപ്രിൽ 6-ന് ഭാരതം കണ്ട ഏറ്റവും ക്രൂരമായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 76 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച മണ്ണാണിത്. അന്ന് രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ അതേ ബസന്തറിൽ ഇന്ന് ഭാരതീയ ദേശീയതയുടെ വിജയക്കൊടി പാറിച്ചുകൊണ്ട് അമിത്ഷാ അവിടെ നെഞ്ചും വിരിച്ചാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത്, എനിക്ക് അഭിമാനത്തോടു കൂടി തന്നെ ഇത് പ്രഖ്യാപിക്കാൻ കഴിയും. ഭാരതം ഇനി പൂർണ്ണമായും നക്സൽ മുക്തമാണ്. 1947 രാജ്യം സ്വാതന്ത്ര്യം നേടിയെങ്കിൽ പോലും ബസന്തറിലെ 14 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് ചുമപ്പ് ഭീകരത അവസാനിപ്പിച്ച ഈ 2026 മാർച്ച് 31-നകം എന്നതാണ് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ നമ്മുടെ ധീരരായ സുരക്ഷാ സൈനികർ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ ഫലമാണ് ഈ ചരിത്ര നേട്ടം. 1971 മുതൽ തന്നെ നീണ്ടുനിന്ന 5 ദശാബ്ദ കാലത്തെ ഭീകരതയുടെ ഇരുണ്ട നാളുകൾക്കാണ് സുരക്ഷാ സേനയും CRPFന്റെ കോബ്ര കമാൻഡറുകളും അവിടെ ചേർന്നുകൊണ്ട് അന്ത്യം കുറിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ തന്നെ നക്സലിസത്തിനെതിരെ ശക്തമായ സൈനിക നടപടികളും ഒപ്പം തന്നെ വികസന മുന്നേറ്റങ്ങളും ഒരേപോലെ തന്നെ നടപ്പിലാക്കി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ നൂറുകണക്കിന് കടുത്ത ഭീകരതയെ അവിടെ നിന്നും തുടച്ചു നീക്കുക, അതായത് ഭീകരന്മാരെ എല്ലാം തന്നെ വനമേഖലകളിൽ നിന്നും വധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിന് മുന്നിൽ കീഴടങ്ങില്ല എന്നതും മറ്റു വഴികളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 3000-ഓളം നക്സലൈറ്റുകളാണ് ആയുധം വെച്ച് കീഴടങ്ങി മുഖ്യധാരയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭീകരവാദത്തിന്റെ നിഴലിൽ ജീവിച്ച ബസന്തറിനെ ഇനി രാജ്യത്തിന്റെ പ്രധാന വികസന കേന്ദ്രമാക്കി മാറ്റുമെന്നും അമിത്ഷാ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നക്സൽ ഭീഷണിയെ തുടർന്നുകൊണ്ട് റേഷൻ, വിദ്യാഭ്യാസം, റോഡുകൾ, വൈദ്യുതി, ബാങ്ക് സേവനങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥലം നിഷേധിക്കപ്പെട്ടിരുന്ന വനവാസി മേഖലകളിൽ ഇനി വികസനത്തിന്റെ പുതിയ ഒരു സൂര്യോദയം തന്നെ ഉണ്ടാകുമെന്നതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വരും വർഷങ്ങളിൽ ബസന്തറിനെ ഭാരതത്തിന്റെ മറ്റു മുൻനിര നഗരങ്ങൾക്കൊപ്പം എത്തിക്കാനുള്ള സമഗ്രമായ വികസന പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നതെന്നും ഇതിലൂടെ തന്നെ അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.